കാരണമാണിത്. നമ്മൾ മനസ്സിനെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കല പഠിക്കുമ്പോഴാണ് അതിന്റെ ബലഹീനത ശക്തിയായി മാറുന്നത്. നമ്മുടെ ഭയങ്ങൾ, വിശ്വാസങ്ങൾ, ശീലങ്ങൾ, സ്വഭാവഗുണങ്ങൾ എന്നിവയെല്ലാം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് അവബോധ മനസ്സിലാണ്, അഥവാ സബ്കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ യഥാർത്ഥ കഴിവുകളും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്ന ഈ ഭാഗം മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ വിധി പോലും മാറ്റിയെഴുതാൻ കഴിയും. എന്നാൽ ഇതിന് നമ്മുടെ മനസ്സ് സ്ഥിരമായിരിക്കണം. ഒരു സ്ഥിരമായ മനസ്സിന് ഏത് സാഹചര്യത്തെയും ശാന്തമായി നിരീക്ഷിക്കാൻ കഴിയും. അത് എടുത്തുചാടി പ്രതികരിക്കാതെ ആലോചിച്ച് തീരുമാനങ്ങളെടുക്കുന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും സ്വയം പിടിച്ചു നിൽക്കാൻ അതിന് ശക്തിയുണ്ട്. ജീവിതത്തിൽ സുഖം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എന്നാൽ സുഖം എന്നത് കമ്പോളത്തിൽ നിന്ന് വാങ്ങാവുന്ന ഒന്നല്ല. അത് മനസ്സിന്റെ സ്ഥിരതയിൽ നിന്നുത്ഭവിക്കുന്ന ഒരനുഭവമാണ്, ഒരവസ്ഥയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയും അസ്വസ്ഥതകളെ അടക്കിവെക്കാതെ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മനസ്സ് പതിയെ ശാന്തമാകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, പുറത്തു നാം തേടി നടന്ന